നെക്സ്റ്റിൽ വെഡ്ഡിംഗ് ഉള്ളവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 5 ടിപ്സ് ആണ് ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത്തവണ നത്തിങ് ന്യൂ, നോ എക്സ്പെരിമെൻറ്റ്, നത്തിങ്, ഒന്നും നിങ്ങൾ പുതുതായിട്ട് ട്രൈ ചെയ്യരുത്. കാരണം അതിനൊരു ടൈമില്ല. രണ്ട് വീക്ക് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഫേഷ്യൽ, പുതിയ പ്രോഡക്ട്സുകൾ, പുതിയ സ്കിൻ കെയർ റൂട്ടീൻ, ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യാതെ മാക്സിമം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ടൈമിൽ സ്ട്രൈറ്റനിങ്, അതുപോലെ തന്നെ കെരാട്ടിൻ കാര്യം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഹെയർ ഫാൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടോക്സ് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് തേർഡ് വൺ, നിങ്ങൾ ഫേഷ്യൽ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാക്സിങ് അല്ലെങ്കിൽ ത്രെഡിങ് ഒന്നും ഈ ഒരു ടൈമിൽ ട്രൈ ചെയ്യരുത്. കൂടുതലായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഫേസ് റേസേഴ്സ് ആണ്. കാരണം ഷേവിങ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇറിറ്റേഷൻസോ ഒന്നും തന്നെ വരത്തില്ല. പക്ഷേ നമ്മൾ ത്രെഡിങ്ങോ അല്ലെങ്കിൽ വാക്സിങ്ങോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റാഷസ്, ബംസ്, ബേൺസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ റൂട്ടീൻ അത് നിർബന്ധമാണ്. നിങ്ങളിപ്പം 2 വീക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ച്വലി ഒരു 1 മന്ത് മുന്നെങ്കിലും നിങ്ങൾ സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കണം. CTM പ്രോസസ്സ് ചെയ്താൽ മതി. ഒരു ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഇത് നിങ്ങളെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി റൂട്ടിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ബോത്ത് ഓയിൽ ഫേസ് ആണെങ്കിലും ഡ്രൈ ഫേസ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് CTM പ്രോസസ്സ് പ്ലസ് സൺസ്ക്രീൻ. ഫൈനലായിട്ട് വന്നിട്ട് ഹെയർ കട്ടാണ്. ഞാൻ പൊതുവേ എൻ്റെ എല്ലാ ബ്രൈറ്റ്സിനകത്തും പറഞ്ഞൊരു കാര്യമാണ്, ലാസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ ഹെയർ കട്ട് ചെയ്യരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് വൈസ് ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സ്റ്റെപ്പോ കാര്യങ്ങളോ അങ്ങനെ വീക്ക് കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോൾഡർ ലെങ്ത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഹെയർ വേണം. എന്നാൽ മാത്രം നമുക്കത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ ഹെയർസൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഹെയർ കട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഹെയർ കളറിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.